ഒമാനിലെ മുസന്തം ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ ഇന്നും കനത്ത മഴ രേഖപ്പെടുത്തി. അടുത്ത 2 ദിവസങ്ങളിൽ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നു. ഇന്ന് രാത്രി മുതൽ രാജ്യത്തുടനീളം തെക്കിഴക്കൻ കാറ്റ് സജീവമാകും. ഇത് രാജ്യത്തുടനീളമുള്ള താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കുമെന്നും CAA അറിയിച്ചു. മുസന്തം ഗവർണറിലെ വിലായത്തുകളിൽ കനത്ത മഴയാണ് ഇന്നും രേഖപ്പെടുത്തിയത്. നിരവധി വാദികൾ നിറഞ്ഞൊഴുകി. ദിബ്ബയിലും മദായിലും മിതമായ മഴയും ലഭിച്ചു. ഇന്ന് രാത്രി മുതൽ മിക്ക ഗവർണറുകളിലും തെക്ക് കിഴക്കൻ കാറ്റ് സജീവമാകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഇത് രാജ്യത്തുടനീളമുള്ള താപനിലയിൽ ഗണ്യമായ കുറവും വരുത്തും. മരുഭൂമിയിലും തീരപ്രദേശങ്ങളിലും പൊടിയും മണലും ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം അടുത്ത 2 ദിവസങ്ങളിൽ ചില ഗവർണറുകളെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ ആഘാതം കണക്കിലെടുത്ത് സാഹസിക ടൂറിസം യാത്രകളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്ന കമ്പനികളോട് സിവിൽ ഏവിയേഷൻ അതോറിറ്റി കാലാവസ്ഥാ ബുള്ളറ്റിനുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നോ നടത്തുന്നതിൽ നിന്നോ വിട്ടുനിൽക്കണമെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത 2 ദിവസം ഒമാന്റെ മിക്ക ഗവർണറുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. മീഡിയ 1 മസ്കത്ത്.